തടിയിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ മുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പത്മനാഭപുരം കൊട്ടാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു കൊട്ടാര സമുച്ചയമാണ് മുൻപ് കൽക്കുളം കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭപുരം പാലസ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്താണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വേളിമലയുടെ താഴ്വരയിൽ 1601 കൽക്കുളം കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നത്. മുതൽ 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. പിന്നീട് 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിയുന്നത്. 1706 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം പരദേവതയായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതിനുശേഷം ശ്രീ പത്മനാഭദാസനായാണ് രാജ്യം ഭരിച്ചത്. അങ്ങനെയാണ് കൽക്കുളം കൊട്ടാരത്തിന് പത്മനാഭപുരം എന്ന പേര് വീണത്. 1795 പത്മനാഭപുരത്തു നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടെ പത്മനാഭപുരത്തിന്റെ പ്രാധാന്യവും പകിട്ടും കുറഞ്ഞു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം ഉൾപ്പെടുന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടിന്റെ ഭാഗമായി മാറി. എങ്കിലും കൊട്ടാരത്തിന്റെ അവകാശവും നിയന്ത്രണവും ഇപ്പോഴും കേരളത്തിനാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്മനാഭപുരം കൊട്ടാരം ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകവും ചരിത്ര മ്യൂസിയവുമാണ്. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോ ഉദാഹരണമാണ് 6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പത്മനാഭപുരം കൊട്ടാരം. നമുക്കിനി കൊട്ടാരത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. രാജശാസനങ്ങൾ പ്രതിധ്വനിച്ചിരുന്ന ഈ കൊട്ടാരമുറ്റത്ത് നിൽക്കുമ്പോൾ നാം അറിയാതെ നമ്മൾ സമയരഥത്തിലേറി 4 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകും. പ്രധാന മന്ദിരത്തിന് ഇടതുവശത്തായി കാണുന്ന മാളികയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ നിന്നും നമുക്ക് ടിക്കറ്റ് വാങ്ങാം. രാജഭരണകാലത്ത് നാണയങ്ങൾ അച്ചടിച്ചിരുന്നത് ഈ മാളികയിലായിരുന്നു. നമുക്ക് ഉള്ളിലേക്ക് കയറാം. വിശാലമായ മുറ്റത്തു നിന്നും നമ്മൾ നടന്നു കയറുന്നത് നടമാളികയിലേക്കാണ്. ഇവിടെ നിന്നും പടിപ്പുരവാതിലിലൂടെ അകത്തേക്ക് കടന്നാൽ പൂമുഖമാളികയിലെത്തും. നടയ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ദീർഘചതുരാകൃതിയിലുള്ള ഈ ഇരുനില മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. പൂമുഖമാളികയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് മണിമേടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഘടികാരമാണ്. 3 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഈ ഘടികാരത്തിന്റെ മണിമുഴക്കം കേൾക്കാമായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ഡച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അരുളാനന്ദൻ മെയ്യപ്പൻ എന്ന ആശാരിയാണ് ഈ ഘടികാരം നിർമ്മിച്ചത്. ഇതാണ് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ പൂമുഖം. പൂമുഖപ്പടിയുടെ ഇരുവശങ്ങളിലുമുള്ള തൂണുകളിൽ തടിയിൽ തീർത്ത അശ്വാരൂഢരായ 2 രാജവിഗ്രഹങ്ങളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. കൽപ്പടവുകൾ കയറി നമ്മൾ പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ ലോഹത്തിൽ തീർത്ത ഒരു കുതിരക്കാലൻ വിളക്ക് കാണാം. കൊട്ടാരത്തിലെത്തുന്ന അതിഥികളെ മഹാരാജാവ് സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് പൂമുഖം. നീളൻ കരിങ്കൽ തൂണുകളിലാണ് പൂമുഖം താങ്ങി നിർത്തിയിട്ടുള്ളത്. കേരളീയ വാസ്തുശില്പ രീതിയിൽ തടിയിൽ തീർത്ത മേൽത്തട്ടും നമുക്കിവിടെ കാണാം. വ്യത്യസ്തങ്ങളായ 90 പൂക്കൾ കൊത്തിവച്ചിരിക്കുന്ന ഈ മേൽത്തട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചൈനയിൽ നിന്നും വന്ന സഞ്ചാരികൾ സമ്മാനിച്ച ചീനക്കസേരയും കരിങ്കലിൽ തീർത്ത ഒരു കട്ടിലും നമുക്കിവിടെ കാണാവുന്നതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഓണവില്ലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
പൂമുഖത്ത് നിന്നും തടിയിൽ തീർത്ത കുത്തനെയുള്ള ഈ പടികൾ കയറി ചെല്ലുന്നത് മന്ത്രശാലയിലേക്കാണ്. ഇവിടെ മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യഭരണത്തെയാണ്. മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ മന്ത്രശാലയിൽ ഇരുന്നാണ്. ചൈനീസ് മാതൃകയിലാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. തടിയിൽ തീർത്ത കൊത്തുപണികളുടെ ധാരാളിത്തം നമുക്കിവിടെ കാണാവുന്നതാണ്. കിളിവാതിലിൻ്റെ ജനൽപാളികൾ വിവിധ വർണ്ണങ്ങളിലുള്ള ചില്ലുകൾ പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. മന്ത്രശാലയുടെ കിളിവാതിലിലൂടെ നോക്കിയാൽ നമുക്ക് നടമാളിക കാണാം. അതുപോലെ നടമാളികയുടെ കിളിവാതിലിലൂടെ പൂമുഖവും കാണാൻ സാധിക്കും. നടമാളികയിലിരുന്നാൽ അക്കാലത്ത് ഏകദേശം 3 കിലോമീറ്റർ ദൂരെ വരെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഇരുന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കും. നമുക്ക് തിരികെ മന്ത്രശാലയിൽ നിന്നും പടികളിറങ്ങി മുന്നോട്ട് നടക്കാം. ഇവിടെ നിന്നും നമ്മൾ നേരെ ചെല്ലുന്നത് വിശാലമായ ഊട്ടുപുര മാളികയിലേക്കാണ്. മുകളിലത്തെയും താഴത്തെയും നിലകളിൽ 1000 പേർക്ക് വീതം ഇരിക്കാവുന്ന രീതിയിലാണ് ഊട്ടുപുര മാളിക നിർമ്മിച്ചിട്ടുള്ളത്. മൈസൂരിലെ ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ പത്മനാഭപുരത്ത് അഭയം പ്രാപിച്ച ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാനാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അതല്ല, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഹിരണ്യഗർഭം എന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഊട്ടുപുര നിർമ്മിച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. തായ് കൊട്ടാരം എന്നറിയപ്പെടുന്ന മാളികയാണ് നാം ഈ കാണുന്നത്. 1592 മുതൽ 1610 വരെ വേണാട് ഭരിച്ചിരുന്ന രവീന്ദ്രവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് ഈ മന്ദിരം പണികഴിപ്പിച്ചത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ ആദ്യം പണികഴിപ്പിച്ച മാളികയും ഇതാണ്. തടിയിൽ തീർത്ത കൊത്തുപണികളുടെ അപൂർവ ശേഖരമാണ് ഈ കൊട്ടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ തീർത്ത കന്നിമൂല തൂണാണ് നാം ഈ കാണുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം തെക്ക് പടിഞ്ഞാറൻ ദിശയിലുള്ള ആദ്യത്തെ തൂണാണിത്. കന്നിമൂല തൂണിൻ്റെ 4 മൂലയ്ക്കും വാഴപ്പൂക്കൾ കൊത്തിവച്ചിരിക്കുന്നു. ഇതിനുള്ളിൽ ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു വളയം അക്കാലത്തെ ശില്പികളുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ്. പരമ്പരാഗത ശൈലിയിൽ മുട്ടവെള്ളയും നീലയമരിയും ചിരട്ടക്കരിയും ഉപയോഗിച്ച് നിർമ്മിച്ച മിനുസമുള്ള തറയാണ് തായ് കൊട്ടാരത്തിനുള്ളത്. തായ് കൊട്ടാരത്തിൽ നിന്നും നാം നടന്നെത്തുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. ജനലുകൾക്ക് പകരം തടിയിൽ തീർത്ത അഴികളാണ് കൊട്ടാരത്തിലുള്ളത്. ഇത് കൊട്ടാരത്തിനുള്ളിലേക്കുള്ള വായു സഞ്ചാരം എപ്പോഴും നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. കനമുള്ള തടിയിൽ തീർത്ത വാതിലുകളും സാക്ഷകളും നമുക്കെവിടെയും കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ എത്രയോ രാജാക്കന്മാർ നടന്നു നീങ്ങിയിട്ടുള്ള വരാന്തയിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. ഈ കുത്തനെയുള്ള പടികൾ കയറി ചെല്ലുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകൾ താമസിച്ചിരുന്ന മുറികളിലേക്കാണ്. ലോഹത്തിൽ തീർത്ത വലിയ നിലക്കണ്ണാടികൾ 2 ചുവരിൽ ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം.
ഈ വരാന്തയിലൂടെ നമ്മൾ എത്തുന്നത് അമ്മ മഹാറാണിയുടെ ശയനമുറിയിലേക്കാണ്. നിറയെ കൊത്തുപണികളോടെ പിത്തള പതിപ്പിച്ച ഒരു കട്ടിൽ നമുക്കിവിടെ കാണാം. ഇവിടെ നിന്നും ഈ വരാന്തയിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കാം. കൊട്ടാര ഭിത്തികളെ മഴയിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ചുറ്റും അഴികളോടുകൂടിയ ഇത്തരം വരാന്തകൾ നിർമ്മിച്ചിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറു പതിപ്പായ കൃഷ്ണപുരം കൊട്ടാരത്തിലും ഇത്തരത്തിലുള്ള വരാന്തകൾ നമുക്ക് കാണാൻ സാധിക്കും. കാറ്റും വെളിച്ചവും കൃത്യമായി കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ ഓരോ മന്ദിരങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഈ പടികൾ കയറി ചെല്ലുന്നത് മഹാരാജാവിൻ്റെ പള്ളിയറയിലേക്കാണ്. തടിയിൽ തീർത്ത സപ്രമഞ്ചക്കട്ടിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മഹാരാജാവ് ശയിച്ചിരുന്നത് 64 ഔഷധ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഔഷധക്കട്ടിലാണ്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് ഈ സപ്രമഞ്ചക്കട്ടിൽ. ഈ കട്ടിലിൽ മെത്ത ഉപയോഗിക്കാതെയാണ് അദ്ദേഹം ശയിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു. തായ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നാം ഈ കാണുന്നത്. അവിടെ നിന്നും ഈ പടികൾ ഇറങ്ങി വരുന്നത് മഹാരാജാവിൻ്റെ ഊണുമുറിയിലേക്കാണ്. നമ്മൾ ഇന്ന് കാണുന്ന ശൈലിയിലുള്ള ഊണുമുറിയല്ല ഇവിടെ. ഒറ്റനോട്ടത്തിൽ ഒരു വരാന്തയാണെന്ന് തോന്നും. ഇവിടെ നിലത്ത് ചമ്രം പടഞ്ഞിരുന്നാണ് മഹാരാജാവ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഉടവാളും കിരീടവും സൂക്ഷിക്കാനുള്ള പ്രത്യേക മറകൾ ഭിത്തിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഒറ്റത്തടിയിൽ തീർത്ത വലിയൊരു ബീമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഊണുമുറിയിൽ നിന്നും നോക്കിയാൽ നമുക്ക് പുത്തൻ മാളിക കൊട്ടാരത്തിൻ്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. ഇവിടെ നിന്നും ഈ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് തായ് കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്താണ്. ചുറ്റും തടി കൊണ്ടുള്ള അഴികൾ ഘടിപ്പിച്ചിട്ടുള്ള തായ് കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുകൂടി ഈ വലിയ പടിപ്പുര കടന്ന് നാം എത്തുന്നത് വിശാലമായ ഒരു ഉദ്യാനത്തിലേക്കാണ്. പല മാളികകളുടെയും അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടന്നു വരികയാണ്. പത്മനാഭപുരം പാലസ് കാണാനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകൾ ദിവസേന എത്തുന്നുണ്ട്. തിങ്കളാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും കൊട്ടാരത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശനത്തിനുള്ള ടിക്കറ്റ് നിരക്ക്. വിദേശികൾക്ക് അത് യഥാക്രമം 320 രൂപയും 110 രൂപയുമാണ്. മൊബൈൽ ക്യാമറയ്ക്ക് 20 രൂപയും പ്രൊഫഷണൽ ക്യാമറയ്ക്ക് 60 രൂപയുമാണ് ഫീസ്. 2100 രൂപ ഫീസ് അടച്ചാൽ കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരിക്കാം. ഈ വഴിയിലൂടെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്ദ്രവിലാസം കൊട്ടാരം തല ഉയർത്തി നിൽക്കുന്നത് കാണാം. അർദ്ധവൃത്താകൃതിയിൽ നിർമ്മിച്ച പടികൾ കയറി ചെല്ലുന്നത് നിറയെ തൂണുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. അവിടെ നിന്നും ഈ പടികൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നാം സ്വയം മറന്നു പോകും. കണ്ണാടി പോലെ മിനുസമായ തറയും നീളൻ തൂണുകളും എല്ലാമായി സന്ദർശകരെ ഇപ്പോഴും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണിവിടെ. മുട്ടയുടെ വെള്ളയും കരിമണലും കരിക്കിൻ വെള്ളവും ചേർത്ത് നിർമ്മിച്ച പ്രത്യേകതരം മിശ്രിതം ഉപയോഗിച്ചാണ് നിലം നിർമ്മിച്ചിരിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ മറ്റു മാളികകളിൽ നിന്നും വിഭിന്നമായി ഉയരമുള്ളതും വലിപ്പമുള്ളതുമായ മുറികൾ നമുക്കിവിടെ കാണാം. കരിങ്കലിൽ തീർത്ത ഒരു ശുചിമുറിയും നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ കാണാം. വിദേശികളായ അതിഥികൾക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് ഇന്ദ്രവിലാസം കൊട്ടാരം. നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതമായൊരു ദൃശ്യമാണിത്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലൂടെയും മണിച്ചിത്രത്താഴിലൂടെയും
നാം കൊതിതീരെ കണ്ട കൽത്തൂണുകളും കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളും. പത്മനാഭപുരം പാലസിലെ നവരാത്രി മണ്ഡപത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. എത്രയോ നർത്തകിമാർ നടനമാടിയ, എത്രയോ സംഗീതജ്ഞർ തങ്ങളുടെ രാഗാലാപനത്താൽ മുഖരിതമാക്കിയ നവരാത്രി മണ്ഡപം. ഈ ശ്രീകോവിലിനുള്ളിലെ സരസ്വതീ വിഗ്രഹത്തെ സാക്ഷിയാക്കിയായിരുന്നു ഇവിടെ അവതരണങ്ങൾ നടന്നിരുന്നത്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് നൃത്തസംഗീത പരിപാടികൾ കാണുന്നതിനായി പ്രത്യേകം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. നവരാത്രി മണ്ഡപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പതിയെ കൊട്ടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങാം. ഒരു ദിവസം മുഴുവൻ വേണ്ടിവരും ഈ കൊട്ടാര സമുച്ചയം പൂർണ്ണമായും ചുറ്റിക്കറങ്ങി കണ്ടു തീർക്കാൻ. മാളികകളിൽ ചിലത് കാലപ്പഴക്കം മൂലം സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാറുമില്ല. വിവിധ നാടുകളിൽ നിന്നും വരുന്ന സന്ദർശകർക്ക് കൊട്ടാരത്തിലെ ഗൈഡുകളുടെ വിവരണം വളരെ സഹായകരമാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേണാട് രാജവംശത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടുകളാണ് നാം കണ്ടിറങ്ങിയത്. 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തെപ്പറ്റി പുതുതലമുറകൾക്ക് പരിചയപ്പെടുത്തുന്ന പൈതൃക സ്മാരകമാണിത്. 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇന്ത്യയിൽ ആധിപത്യത്തിനായി ശ്രമിക്കുകയും അവർ നാട്ടുരാജ്യങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കാലത്ത് ഡച്ചുകാരെ ഇന്ത്യയിൽ ആദ്യമായി പരാജയപ്പെടുത്തിയ നാട്ടുരാജ്യമായി മാറി തിരുവിതാംകൂർ. വൈദേശിക ശക്തിയെ ഭയക്കാതെ തിരുവിതാംകൂറിൻ്റെ ആത്മവീര്യം ഉണർന്നെഴുന്നേറ്റതിൻ്റെ പ്രതീകമാണ് പത്മനാഭപുരം കൊട്ടാരം. രാജാവ് ജനങ്ങൾക്കായി ഭരിച്ച കാലത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകം.